ഏവരെയും പുതിയ വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാൻ തോറ്റു തുന്നമ്പാടി എന്ന് പറഞ്ഞവർക്ക് മറുപടി നൽകി ഇറാന്റെ എല്ലാ കരാറുകളും അമേരിക്കയെ കൊണ്ട് അംഗീകരിപ്പിച്ച് ഒരു വലിയ യുദ്ധവിജയം നേടി ഒരു കരാർ ഒപ്പിടുന്നതിലേക്ക് ഇരു രാജ്യങ്ങളും വളരെയധികം അടുത്തിപ്പോൾ എത്തിയിരിക്കുകയാണ്. മാനുഷിക പരിഗണന വെച്ചെങ്കിലും ഒരിത്തിരി തോറ്റു തരികയോ അതല്ലെങ്കിൽ ഒരിത്തിരി കരുണ കാണിക്കുകയോ പോലും ചെയ്യാത്ത ഇറാനുള്ള മിഡിൽ ഈസ്റ്റിലേക്ക് ഇനി ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് സകല പട്ടാളക്കാരോടും വെട്ടിക്കെട്ടാനാണ് ട്രംപിൻ്റെ ആജ്ഞ. അപ്പം തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. ഇതിനെ മിഡിൽ ഈസ്റ്റിലെ ഞങ്ങളുടെ മിഷൻ പൂർത്തിയായി എന്ന് പറഞ്ഞ് ലഘൂകരിക്കാനാണ് ഇപ്പോൾ അമേരിക്കൻ ഭാഗത്ത് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തോറ്റു എന്ന് പച്ചക്കങ്ങ് പറയാൻ ഒരു മടി, അത്രയേ ഉള്ളൂ. അമേരിക്കയുടെ എതിർപ്പിനെ പോലും മറികടന്നുകൊണ്ടാണ് ഈ കരാർ ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നതാണ് ഏറ്റവും വിചിത്രം. ഇത് ട്രംപിൻ്റെ മാത്രം ആവശ്യമാണ്. അയാൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതല്ലാതെ വേറെ യാതൊരുവിധ മാർഗവുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കരാർ ഇറാനുമായി ഉറപ്പിച്ചുകൊണ്ട് അയാൾക്ക് ഇവിടുന്ന് പോയേ പറ്റൂ. അമേരിക്കയിലിരുന്ന് ലോകം ഭരിക്കുന്നത് പോലെയല്ല നേരിട്ട് യുദ്ധത്തിനിറങ്ങുന്നത് എന്ന് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കി വരികയാണ്. മിഡിൽ ഈസ്റ്റ് ട്രംപ് മനക്കണക്ക് കൂട്ടുന്നത് പോലെ വഴങ്ങുന്ന ഒരു സ്ഥലമല്ലെന്നും അവിടെ പോയി കളിച്ചാൽ മൂട് കയറുകയേ ഉള്ളൂ എന്ന് ട്രംപ് മനസ്സിലാക്കി വരുമ്പോൾ അയാളുടെ കയ്യിൽ നിന്നും എല്ലാം ഇപ്പോൾ വഴുതിപ്പോയിരിക്കുകയാണ്. അമേരിക്കയുടെ അഭിമാനം, സമ്പത്ത്, സൽപ്പേര് എല്ലാം പോയിരിക്കുകയാണ്. അമേരിക്ക ലോകത്തിൻ്റെ മുന്നിൽ വെറും പരിഹാസ രാജ്യമായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അമേരിക്കൻ ശക്തി എന്ന് പറയുന്നത് ഒരു സംഘബലമായിരുന്നു എന്നും അമേരിക്കയ്ക്ക് ഒറ്റയ്ക്ക് ഒരിടത്തും പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ലോകം വിശ്വസിക്കുന്നു. അമേരിക്കൻ ആയുധങ്ങൾക്ക് ഇത്ര പവറേ ഉള്ളൂ എന്നും ലോകത്ത് എല്ലാവരും വിശ്വസിക്കുകയാണ്. അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്നും പല രാജ്യങ്ങളും പിൻവലിയുകയാണ്. ഇതിലൂടെയൊക്കെ അമേരിക്കൻ നഷ്ടങ്ങളുടെ വലിയൊരു കൂമ്പാരമാണ് നമ്മൾ കാണുന്നത്. ഇതിനു മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ സംഘം ചേർന്നാണ് അമേരിക്ക ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയിട്ട് യുദ്ധം ചെയ്തത്. വിജയിച്ചെന്നും വിജയിച്ചില്ലെന്നും ഒക്കെ പറയാം. അവിടെയൊന്നും ഒരു വലിയ തടിയെടുക്കുകയായിരുന്നു. എന്നാൽ ഇറാനുമായി യുദ്ധം ചെയ്യാൻ ഈ യൂറോപ്പിൻ്റെ മുട്ട് വിറച്ചത് കൊണ്ടാണ് വിടുവായനും വായാടിയുമൊക്കെ ട്രംപിന് ഇറാൻ്റെ മുന്നിൽ ദയ്ക്ക് വേണ്ടി കരഞ്ഞ് വിളിച്ച് അവർ പറഞ്ഞ മുഴുവൻ ഡിമാൻഡും അംഗീകരിച്ച് എല്ലാം എഴുതിക്കൊടുത്ത് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നത് എന്നോർക്കണം. കാരണം യൂറോപ്പ് ഓരോരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയാം അമേരിക്കയെ സഹായിക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്കയ്ക്കൊപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ യൂറോപ്പിലെ ഓരോ രാജ്യത്തും എത്തുന്ന മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട്, അത് അവിടേക്ക് എത്തും എന്നത് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ പിൻവലിഞ്ഞത്. ഈ ഡീഗോഗാഷ ദ്വീപ് എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് 4000 കിലോമീറ്റർ ദൂരെയാണ്. അവിടെയൊന്നും ഒരിക്കലും ഒരു ഇറാൻ്റെയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങളുടെയും മിസൈൽ എത്തില്ല എന്നുള്ള ധാരണയിൽ ബ്രിട്ടൻ സൈന്യത്തിൻ്റെ 60% അവിടെ കൊണ്ടാണ് അവരിട്ടിരിക്കുന്നത്. അവിടേക്കാണ് ഒരു 5-8 മിസൈൽ അങ്ങ് ഇറാൻ അടിച്ചു കൊടുത്തത്. അതോടെ ഉമാർ പേടിച്ച് ഓടിക്കളഞ്ഞു. ഇനി മേലിൽ ഞങ്ങൾ ഈ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് ട്രംപിനെ കേട്ടിട്ട് ഓടി. ട്രംപും അങ്ങോട്ട് കുറേ തെരയൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമൊക്കെ അറിയാവുന്നല്ലേ നമുക്ക്. അപ്പോൾ അങ്ങനെ യൂറോപ്പ് പേടിച്ച് പിന്മാറിയതുകൊണ്ട് ട്രംപ് ശരിക്കും ഒറ്റപ്പെടുകയും അയാളിപ്പം ഈ ഇറാൻ്റെ മുന്നിൽ ദയ്ക്ക് വേണ്ടി കേഴുകയാണ് ഉണ്ടായത്. കരഞ്ഞ് നിലവിളിച്ചിട്ടാണ് ഇപ്പം ഒരു കരാറ് ഒപ്പിടുന്നത്. അപ്പോൾ ഈ കരാറിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ കരാർ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ലെബനോൺ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിൽ ഇനി ഒരിടത്തും അമേരിക്കൻ വെടിപൊട്ടില്ല എന്ന് ട്രംപിന് കരാറോട് സമ്മതിക്കേണ്ടി വരികയാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾ ഇനി ഇടപെടില്ല ഒരു വിഷയത്തിലും എന്ന് ട്രംപിന് ഇറാനോട് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഇറാൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക ഒരു കാലത്തും ഇനി ഇടപെടില്ല, ഇറാന് ഇഷ്ടമുള്ളതുപോലെ എന്തുവേണേ ചെയ്യാം എന്നാണ് കരാറിൻ്റെ ഒരു ഭാഗം. കൂടാതെ ഹോർമൂസിൽ അമേരിക്ക ഇപ്പോൾ ഉപരോധമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഒരു കപ്പലും കടത്തി വിടില്ല എന്നൊക്കെ പറഞ്ഞ്. അത് വെറുതെയാണ്. കപ്പലൊക്കെ ഇഷ്ടം പോലെ കടന്നു പോകുന്നുണ്ട്, ഇറാൻ എല്ലാവരും കടത്തി വിടുന്നുണ്ട്, കാശും മേടിക്കുന്നുണ്ട്. പക്ഷേ ട്രംപ് ധരിച്ചിരിക്കുന്നത് ഞങ്ങളോട് ഉപരോധിച്ചിരിക്കുകയാണ്, അവിടെ ആരും കടന്നു പോകത്തില്ല, ഞങ്ങളാരും പറയാതെ ആരും സമ്മ വിടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് വെറുതെയാണ്. അവിടുന്ന് എല്ലാ കപ്പലുകളും കടന്നു പോകുന്നുണ്ട്. ചുമ്മാ ഒരു പേരിനൊരു ഉപരോധം എന്ന് പറഞ്ഞ് അമേരിക്കൻ സൈന്യം അവിടെ കിടക്കുന്നു എന്നല്ലാതെ ട്രംപിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതിന് പറ്റില്ല. അവിടുന്ന് 30 ദിവസത്തിനുള്ളിൽ സ്ഥലം വിട്ടോണം എന്നാണ് ഇറാൻ്റെ ഓർഡർ ഈ കരാറിലൂടെ. പിന്നെ അതിലും വലുത് വേറെ വിഷയം, ഇറാൻ്റെ പരിധികളിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കണം എന്നാണ്. ഇറാൻ്റെ പരിധി എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. അതായത് ഇറാൻ്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലൊന്നും അമേരിക്കൻ സൈനിക സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല. അതായത് UAE-യിലോ ഖത്തറിലോ അതല്ലെങ്കിൽ സിറിയയിലോ ഒന്നും അമേരിക്കൻ സൈന്യം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇറാൻ്റെ ഡിമാൻഡ്. എല്ലാത്തിനും ഇവിടുന്ന് മാറ്റിക്കൊള്ളണം. ഈ സൈന്യം ഇവിടുന്ന് പിൻവലിയുകയാണ് എന്നുണ്ടെങ്കിൽ ഹോർമുസ് മുനമ്പ് 30 ദിവസത്തിനകം തുറന്നു തരാം എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും വെറുതെ തുറന്നു കൊടുക്കില്ല എന്നോർക്കണം. ഈ സൈന്യത്തെ മാത്രം പിൻവലിച്ചാൽ പോരാ, ഇറാൻ്റെ എണ്ണ ഉപരോധം നീക്കി ഇറാന് നിർബാധം എണ്ണ വിൽക്കാനുള്ള
തടസ്സങ്ങളൊന്നും അമേരിക്ക ഇനി ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഈ ഹോർമസ് തുടക്കാനുള്ള ഡിമാൻഡിലൊന്നായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഇറാൻ്റെ പേരിലുള്ള എല്ലാ അവരോധങ്ങളും എടുത്ത് മാറ്റണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് ലോകം മുഴുവൻ കൊണ്ടുവന്ന് വയ്ക്കും, ഒരുത്തനും ചോദിക്കരുത് എന്നാണ്. അതിലൊക്കെ ഏറ്റവും ഭീകരമായ മറ്റൊരു വ്യവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇറാനെ ആക്രമിച്ചതിൽ അവർക്ക് വന്ന നഷ്ടമായിട്ട് $300 ബില്യൺ ഇറാൻ പുനർനിർമ്മിക്കാൻ വേണ്ടി അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളായ അതായത് മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങളും എല്ലാം കൂടി കൊടുക്കണമെന്നാണ് ഇറാൻ ഈ കരാറിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതേതാണ്ട് ഇപ്പം അംഗീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. UAE തന്നെ അവരെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി $20 ബില്യൺ ഇറാന് കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ കരാറിൻ്റെ ഭാഗമായിട്ട് $3 ബില്യൺ ഇതിനകം തന്നെ UAE ഇറാന് കൊടുത്തു കഴിഞ്ഞു. ഈ ബാക്കി $17 ബില്യൺ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് UAEക്ക് നേരെ ആക്രമണം ഉണ്ടാവില്ല. ബുർജ് ഖലീഫയൊക്കെ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും, അല്ലെങ്കിൽ അടിച്ച് തറയിലിടും. ഇങ്ങനെ ആക്രമിച്ചതിന് നഷ്ടപരിഹാരം വേണമെന്ന് ആദ്യം തന്നെ ഇറാൻ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഈ ആവശ്യം ചുമ്മാ ഒരാവശ്യമായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത്. അതായത് നമ്മൾ ഈ നാട്ടിലൊക്കെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി കഴിയുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ സിനിമാക്കാരുടെ ഇടയിൽ എനിക്ക് മാനനഷ്ടം വരുത്തിയതിന് ഇത്ര കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നൊക്കെ ചിലർ പറഞ്ഞ് കേസ് കൊടുക്കല്, ഒരു ഭയപ്പെടുത്തില്ല. കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ പുറത്ത് തീർപ്പായി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നഷ്ടപരിഹാരവും വേണ്ട, നാണത്തിന് നഷ്ടവും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ആ കേസ് പിൻവലിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുപോലെയാണെന്നാണ് എല്ലാവരും ഓർത്തിരുന്നത്. ഇറാൻ ഇപ്പോൾ ഇത്രയും പൈസ വേണമെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണെന്ന്. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ വെറും വാക്ക് പറയില്ല എന്ന് ഒന്നുകൂടി അവർ തെളിയിച്ചിരിക്കുകയാണ്. ട്രംപിന് ഇപ്പോൾ യുദ്ധത്തിൽ നിന്നും തടിയുറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ച കാശ് തരണം എന്ന ഒരു ഡിമാൻഡാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അത് ഏതാണ്ട് പിടിച്ചു മേടിക്കുന്ന തരത്തിൽ തന്നെ ട്രംപ് സമ്മതിക്കുകയോ അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആ പൈസ അവർക്ക് കൊടുത്തേക്കാൻ സാധ്യത വളരെയധികമാണ്. പിന്നെ മറ്റൊരു കരാർ എന്നത് ട്രംപിൻ്റെ ഏറ്റവും വലിയ ഭയം എന്നത് ഇറാൻ്റെ ആണവ പ്രശ്നമാണ്. ഈ ആണവ പ്രശ്നം ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു 60 ദിവസം വേണം എന്നാണ് ഇറാൻ്റെ ഡിമാൻഡ്. അതായത് എങ്ങനെയാണ് ആണവ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, ഇറാൻ ആണവ യുറേനിയം നേർപ്പിക്കാം എന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വേണമെങ്കിൽ നേർപ്പിക്കാം, ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് സെറ്റാക്കാം എന്ന് ഈ ഇറാൻ സമ്മതിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം ന്യൂസിലുണ്ടായി. ഞാൻ പറഞ്ഞത് എന്നോട് ആ ഒരു തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അതല്ലാതെ ഇതെല്ലാം കെട്ടിപ്പോയി ചാക്കിനകത്താക്കി അമേരിക്കയുടെ ട്രംപിൻ്റെ കൈ കൊടുത്തിട്ട് അമേരിക്കയ്ക്ക് കൊണ്ടുപോക്കൂ എന്ന് പറയല്ല. ട്രംപ് പറഞ്ഞുകൊടുക്കുന്നത് അങ്ങനെയാണ്, ഞങ്ങളെല്ലാം യുറേനിയം പൊക്കിയെടുത്ത് അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. എങ്ങനെ കൊണ്ടുപോകാൻ, എങ്ങോട്ട് കൊണ്ടുപോകാൻ, ആര് കൊടുക്കാൻ? വെള്ളം ചേർത്ത് ഞങ്ങൾ കുപ്പിക്കകത്ത് മാറ്റി വെച്ചേക്കാം. ഇതാണ് ഈ കരാറ് ഏതാണ്ട് സെറ്റായി വരുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അമേരിക്ക ഈ പറഞ്ഞ കരാറെല്ലാം പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇറാൻ തൽക്കാലം ആണവായുധം ഉണ്ടാക്കുന്നതിൽ നിന്നും മാറി നിൽക്കൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ വ്യവസ്ഥ തെറ്റിക്കഴിഞ്ഞാൽ കളം മാറും, കളി മാറും എന്നും ഇറാൻ താക്കീത് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു ഡിമാൻഡ്, ഈ ചർച്ചയ്ക്കിടെ ഈ ട്രംപിനൊരു സ്ഥിരം പരിപാടിയുണ്ട്. ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം പുറകെ കൂടെ പോയിട്ട് ആക്രമണം നടത്തുക, എന്നിട്ട് ഞങ്ങൾ ആക്രമിച്ച് എന്ന് പറഞ്ഞിങ്ങനെ വെല്ലുവിളിക്കുക. ആ പരിപാടി പറ്റില്ല എന്ന് പറയുന്നത്. അതായത് ഈ ചർച്ചകൾക്കിടയിൽ അമേരിക്ക ഇതിനിടയിൽ പുറകെ കൂടെ പോയി സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും ഇറാനുമായിട്ട് ഒന്നുകൂടെ ഒന്ന് മുട്ടി നോക്കാം എന്നെങ്കിലും ചിന്തിച്ചേക്കരുത് എന്ന് ഇറാൻ താക്കീത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ വിടില്ല എന്നാണ് ഇറാൻ താക്കീത് ചെയ്യുന്നത്. അമ്മാതിരി കുസൃതികളൊന്നും ഒപ്പിക്കരുത് എന്നാണ് ട്രംപിന് ഇറാൻ താക്കീത് ചെയ്യുന്നത്. പുള്ളി അതൊക്കെ വലിയ ഗമയായിട്ടാണ് കാണുന്നത്. കാരണം ഞങ്ങൾ കണ്ടോ, കയറി ആക്രമിക്കുന്നത് കണ്ടോ, എന്നിട്ട് ഒന്നാക്രമിക്കും പത്രം തിരിച്ചു മേടിക്കുക, അത് കണക്കിലില്ല. അങ്ങോട്ട് ഞങ്ങൾ ആക്രമിച്ചില്ലേ എന്ന് പറഞ്ഞ് പൊങ്ങച്ച അടിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഇങ്ങനെ ആക്രമണം നടത്തുക. എന്നിട്ട് കിട്ടുന്നതും മേടിച്ചുകൊണ്ട് സ്ഥലം വിടുക. പിന്നെ മറ്റൊരു കരാറ്, ഇറാൻ്റെ ഒരുപാട് ആസ്തികൾ വിദേശത്ത് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ പണമായിട്ടും അവരുടെ മറ്റ് സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ഒരുപാട് വിദേശത്ത് അമേരിക്കൻ ഉപരോധത്തിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ പണമായിട്ട് തന്നെ $2,400 കോടി തന്നെ ഉണ്ടെന്നാണ്. ഈ $2,400 കോടി ഉടൻ തന്നെ തിരിച്ചു കൊടുക്കണം. ഈ ഫണ്ട് മാത്രമല്ല, ഇറാൻ്റെ മറ്റ് വിദേശ ആസ്തികളുടെയും പകുതിയെങ്കിലും ഇപ്പം ഉടനെ വിട്ടുകൊടുത്തെങ്കിൽ മാത്രമേ ഇനി ബാക്കി ഈ ചർച്ച പൂർണ്ണമാക്കാനും ഒപ്പിടാനും ഒക്കെ ഇറാൻ എത്തുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. തോറ്റവൻ്റെ മുന്നിൽ ഏത് ഡിമാൻഡും വേണമെങ്കിലും വെക്കാമല്ലോ. അതാണിപ്പോൾ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക തോറ്റു എന്ന് പറയുന്നത് ചുമ്മാതല്ല. ഈ കരാറൊക്കെ അംഗീകരിക്കുക എന്ന് പറയുന്നത് തോറ്റു എന്നതിൻ്റെ തെളിവല്ലേ. പിന്നെ ട്രംപ് എത്ര കിടന്ന് അലകുത്തി മറിഞ്ഞിട്ടെന്ത് കാര്യം? ഈ കരാറിനൊക്കെ ഞങ്ങൾ റെഡിയാണ് എന്ന് പറയുമ്പോൾ ഇറാൻ വേറെ വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം പാലിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു മേൽനോട്ട സമിതി ഉണ്ടാവണമെന്നാണ്. അതുണ്ടാവുകയും ചെയ്യും. തന്നെയുമല്ല, ഈ കരാറിൻ്റെ അന്തിമ രൂപത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ രണ്ടുപേരും കൂടി പരസ്യമായിട്ട് ഒപ്പിടുമ്പോൾ അതിന് UN സുരക്ഷാ കൗൺസിൽ സാക്ഷിയാകണം എന്നും ഇറാൻ ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. UN സുരക്ഷാ കൗൺസിൽ എന്ന് പറയുന്നത്
വീറ്റോ പവറിലെ 5 രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടുന്ന 5 രാജ്യങ്ങൾ, പിന്നെ ക്ഷണിതാക്കളായ ഇന്ത്യ ഉൾപ്പെടെ ഒരു 10-15 രാജ്യങ്ങൾ വേറെയുണ്ട്. ഇവരുടെ എല്ലാം സാന്നിധ്യത്തിലായിരിക്കണം ഈ കരാർ ഒപ്പിടുന്നത് എന്നാണ്. ഈ UN സുരക്ഷാ കൗൺസിലുള്ള അമേരിക്ക തന്നെ കരാർ തെറ്റിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാമല്ലോ. അതാണ് ഇതിലൂടെ ഇറാൻ ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ കരാറിൻ്റെ ഏതാണ്ട് എല്ലാം സെറ്റായ സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു പകർപ്പ് ഇറാൻ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പത്രങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടത് ട്രംപ് അങ്ങ് ഭ്രാന്തായിപ്പോയി, അയാളങ്ങ് കലിച്ചിരിക്കുകയാണ്. ഭയങ്കര ദേഷ്യത്തിലാണെന്നാണ് ഇപ്പം റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാനെ അടിച്ചൊതുക്കി കരാറിൽ ഒപ്പുവെപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ ട്രംപിന് കിട്ടിയ അവസരമാണ് ഇറാൻ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അത് ട്രംപിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളൂ. ഇനി എന്തു പറയും? തെളിവുൾപ്പെടെയാണ് ഇറാൻ പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇതാണ് കരാറ്. ഇത് കണ്ടപ്പോഴാണ് ട്രംപിന് കരിയിളകിയത്. എന്നാൽ ഈ കരാറൊക്കെ വ്യാജമാണെന്നും യഥാർത്ഥ കരാർ വേറെയാണെന്നും ഒക്കെയാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇയാൾ ഈ സ്ഥിരമായിട്ട് ഇങ്ങനെ കള്ളം പറയുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു കള്ളം അയാളെ സംബന്ധിച്ച് അത്രയേ ഉള്ളൂ. അല്ലാതെ അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്നുള്ള ബോധമൊന്നും അയക്കില്ല. കള്ളം ഒന്നുകൂടെ അടിച്ചു വിടുന്നു. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ അതെല്ലാം പരിഹസിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ട്രംപ് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒമാൻ കടലിൽ വെച്ച് ഒരു ഇന്ത്യൻ കപ്പലിനെ അമേരിക്കൻ സൈന്യം അടിച്ച് ഈ കപ്പലിലുണ്ടായിരുന്ന 3 ഇന്ത്യൻ നാവികരെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യക്ക് വലിയ പ്രശ്നമായിട്ട് അമേരിക്കയുടെ എംബസി ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചൂടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ലോകം മുഴുവൻ പത്രങ്ങളിലെല്ലാം വന്നതാണ്. ഇത് പറയുമ്പോഴും ട്രംപ് പറയുന്നത് ഇന്നലെ രാത്രി ഹോർമുസ് കടൽ കടക്കുന്നതിനിടെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ ഡ്രോൺ ആക്രമണം നടന്നത് അത് ഞങ്ങൾ പരാജയപ്പെടുത്തി, ഇറാൻ്റെ ഈ പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ്. പരാജയപ്പെടുത്തിയിട്ടാണ് ആ കപ്പലിന് കേടുപാട് പറ്റിയത്, 3 ആൾ മരിച്ചതുമൊക്കെ. ചുമ്മാതെ വന്മാർ തന്നെ ചെയ്തിട്ട് തിരിച്ചു മാറ്റി പറയുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ യാതൊരുവിധ അഭിമാനബോധവുമില്ലാതെ നിരന്തരം കള്ളം പറയുന്ന ഒരു പ്രസിഡന്റിനെയാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് അമേരിക്കയുടെ ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ നാണക്കേടെന്ന് ഓർക്കണം. ഇയാൾ നിരന്തരം കള്ളം മാത്രമേ പറയൂ എന്നുള്ള ഒരുതരം വാശിയുള്ള ആളാണ്. ഇക്കാര്യത്തിലേക്ക് യാതൊരുവിധ ഉളുപ്പുമില്ല. എന്നാൽ ഇയാൾ ഓരോ കാര്യത്തിലും എത്ര കള്ളം പറഞ്ഞാലും ഈ കരാറിലൂടെ ഇറാൻ എന്താണ് നേടിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കരാറിൽ ഇസ്രായേലിനെ ആക്രമിക്കരുതെന്നോ നശിപ്പിക്കരുതെന്നോ ഒരു വാക്യം പോലും ഒരിടത്തും എഴുതി ചേർത്തിട്ടില്ല. അതുപോലെ ഇറാൻ്റെ പ്രോക്സികളെക്കുറിച്ച്, അതായത് ഹിസ്ബുള്ളയെക്കുറിച്ചോ ഹൂത്തികളെക്കുറിച്ചോ ഹമാസിനെക്കുറിച്ചോ ഒന്നും യാതൊരുവിധ പരാമർശവുമില്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇസ്രായേൽ പൂർണ്ണമായിട്ടും സൈലൻ്റ് ആകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ്. ഇസ്രായേൽ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ശാന്തമായി എന്നുള്ളതാണ് അർത്ഥം. ഇനി ഇസ്രായേലിനെ ഇറാനും അവരുടെ പ്രോക്സികളെല്ലാം കൂടി തല്ലിപ്പൊളിച്ചാൽ പോലും അമേരിക്കയ്ക്കോ ട്രംപിനോ അതിനകത്ത് ഇടപെടാൻ കഴിയില്ല എന്ന ഒരു യാഥാർത്ഥ്യം വേറെയുണ്ട്. അങ്ങനെ എങ്ങാനും അവർ ഇടപെട്ട് കഴിഞ്ഞാൽ ഈ കരാർ പൊളിയുന്നതിന് തുല്യമാണത്. അങ്ങനെ ഒരു കെണി ഈ കരാർ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇസ്രായേൽ വേറൊരു രാജ്യമാണല്ലോ. അപ്പം അമേരിക്കയ്ക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. മറ്റു രാജ്യങ്ങൾക്കുള്ള അതേ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കുള്ളൂ. നിങ്ങൾ ഇഷ്ടവും സ്നേഹവും ഒക്കെ ആണെന്നെങ്കിൽ പുറത്ത് വെച്ച് അകത്ത് കയറി കളിക്കരുത്, ഇങ്ങോട്ട് വരരുത് എന്നാണ് ഇറാൻ ഇതിലൂടെ പറയാതെ പറയുന്നത്. തന്നെയുമല്ല, ഈ യുദ്ധത്തിൽ ഇറാന് $300 ബില്യൺ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമെല്ലാം കൊടുക്കണം എന്ന് പറയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു യുദ്ധപരാജയം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു തെളിവല്ലേ. നഷ്ടപരിഹാരം കൊടുക്കുക എന്ന് പറയുന്നത് തോറ്റവനാണ്. പണ്ടത്തെ രാജാക്കന്മാരുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ജയിച്ച രാജാവ് തോറ്റവൻ്റെ എല്ലാം എഴുതി മേടിക്കും, അവൻ്റെ കെട്ടിയോളെ സഹിതം കൊണ്ടുപോകും എന്ന് പറയുന്നത് പോലെ നഷ്ടപരിഹാരം കൊടുക്കണം. ഇന്ന് പിന്നെ ട്രംപിൻ്റെ കെട്ടിയോളെയൊന്നും വേണ്ട, മെലാനിയ ട്രംപിനൊന്നും വേണ്ട, പകരം പൈസ കൊടുത്താൽ മതി. ഫുള്ള് അങ്ങ് എഴുതി കൊടുത്തേക്കണം. ഇനി ഈ മിഡിൽ ഈസ്റ്റിൽ പൊടി പോലും കണ്ടേക്കരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചുമ്മാതെ തുറന്ന് വലന്ന് ആർക്കും വേണം എപ്പോൾ വേണം കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ കിടന്നിരുന്നാണ് ഈ ഹോർമുസ് മുനമ്പ് എന്ന് പറയുന്നത്. ഇറാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത്രയും കാലവും. എന്നാൽ അമേരിക്ക ഇതിനകത്തോട്ട് പോയി ചാടി കയറി യുദ്ധത്തിന് വന്ന് ഇറാനെ കൊണ്ട് ആ ഹോർമുസ് മുനമ്പ് അവർക്ക് രക്ഷയില്ലാതെ അടച്ചതാട്ടോ. യാതൊരു വേറെ ചുമ്മാ യുദ്ധം ചെയ്ത് സമയം കളയാതിരിക്കാൻ അവർ ചെയ്ത പണിയത്. അതിപ്പോയാലും വലിയ നേട്ടമായിപ്പോയി. ഇപ്പം ഈ ഹോർമുസ് മുനമ്പിൻ്റെ പരമാധികാരം ഇറാന് കിട്ടി, അല്ലെങ്കിൽ അമേരിക്ക മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നതാണ് ശരി. ചുമ്മാ കിടന്ന ഹോർമുസാണ്. ഇപ്പം കാശ് കൊടുക്കണം അതിൽ ഇറങ്ങിപ്പോണമെങ്കിൽ. പിന്നെ എന്തിനാണ് അമേരിക്ക ഈ ദിവസങ്ങളിൽ ഞങ്ങളിപ്പോൾ ഹോർമുസിനെ തുറന്നു തരും, നാട്ടുകാർക്കെല്ലാം ഫ്രീ ആക്കി തരും എന്ന് പറഞ്ഞ് സൈന്യത്തെ അവിടെ കൊണ്ടിട്ടിരുന്നത്? വല്ല പ്രയോജനമുണ്ടോ? ഇതൊക്കെ ഇയാൾ പരിഹസിക്കപ്പെടുന്നതിന് കാരണമാവുകയാണ്. ഈ ട്രംപ് ഇങ്ങനെ പരിഹസിക്കപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും ഇറാൻ ലോകത്താർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ശക്തിയാണെന്നാണ് പ്രമുഖ ചിന്തകനും സിദ്ധാന്തകനും ചിക്കാഗോ സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസറുമായ ജോൺ മിയർ ഷൈമർ പറയുന്നത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് അമേരിക്കയും സയനിസ്റ്റ് ഭരണകൂടവും, അതായത് ഇസ്രായേൽ എന്ന രാജ്യവും സ്ഥിരമായി വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്.
അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്നും വലിയ വെല്ലുവിളിയാണുള്ള ഈ രാജ്യങ്ങൾ നേരിടുന്നത്. ഇതിന് കാരണം മിഡിൽ ഈസ്റ്റിലെ മാറ്റങ്ങളെ, അതായത് അറബ് രാജ്യങ്ങളുടെ വളർച്ചയും അതുപോലെ പ്രത്യേകിച്ച് അതിൽ ഇറാൻ്റെ വളർച്ചയെ തിരിച്ചറിയാനോ അംഗീകരിക്കാനോ ഒന്നോ ഈ രണ്ട് രാജ്യങ്ങളും തയ്യാറാവാത്തത് കൊണ്ടാണ് അവർക്ക് ഗതികേട് വന്നത് എന്നാണ് പ്രൊഫസർ പറയുന്നത്. തന്നെയുമല്ല, ഇസ്രായേൽ ഇനി പഴയതുപോലെ മിഡിൽ ഈസ്റ്റിൽ പ്രതാപമുണ്ടാവില്ല, അവർ സ്വയം ചുരുങ്ങേണ്ടി വരും, അതല്ലാതെ അവരുടെ മുന്നിൽ മറ്റു മാർഗമൊന്നുമില്ല എന്നുമാണ് ഈ പ്രൊഫസർ പറയുന്നത്. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ സമ്പൂർണ്ണമായ ഒരു മാറ്റമാണ് ഇപ്പോൾ വരുന്നത്. ഇത് ലോകത്തിൻ്റെ തന്നെ ഒരു വലിയ മാറ്റമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വാർത്തയുമായി വീണ്ടും നമുക്ക് കാണാവുന്നതാണ്.